ആര് കേക്കാനാ? എല്ലാ നാലും അല്ല. ഹലോ ആ ആ തൊറ 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 തുറക്കൊന്നും വേണ്ട, ചന്ദ്രനെ പുറത്തുനിന്ന് ക്യാരി ചെയ്യാലോ. അതേ നീ തുറക്ക് തുറക്ക്. എവിടെ? ഇല്ല കേറിയില്ല. അത് ക്യാരി ചെയ്ത് ക്യാരി സാബുര് മരിച്ചുപോയാ? കൊന്നോ നീയൊക്കെ? പുള്ളി അടിച്ചു പോകുന്നില്ല കിടക്കുന്നതാണ്. അമ്പടി. അതെ ചന്ദ്രൻ വാ. ഈ ഡോർ തുറന്നേരോ? ഡോറൊക്കെ തുറന്നല്ലോ. ചന്ദ്രൻ ഉള്ളിൽ കേറി. കേക്കല്ല. ചന്ദ്രൻ ഉള്ളിൽ കയറി കാണിക്കുന്നുണ്ടോ? കണ്ണനൊക്കെ അഭിനയിക്കുന്ന അവനൊക്കെ അഭിനയ കുലപതിയല്ലേ? ഇത് പെമ്പിളെ പെമ്പിളെ സൗണ്ട് പരിപാടി ഇരിക്കോ ചന്ദ്രു? അവിടെ സംസാരിക്കുന്ന കേട്ടൂടെ എനിക്ക്. ഇത് ഇതാരാ? ലോറ. എനിക്ക് കേക്കുന്നില്ലല്ലോ. ആ നടാശ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി വെരി വെരി ഹാപ്പി ചന്ദ്രൻ. നടാശയുടെ ബർത്ത്ഡേ പാർട്ടി. ഹാപ്പി ബർത്ത്ഡേ നടാശ. ഹാപ്പി ബർത്ത്ഡേ. അത് പിന്നെ അടിക്കാം. ഇപ്പൊ മൂടില്ല. എങ്ങനുണ്ട് അല്ലാ ചന്ദ്രു? അല്ലാ ചന്ദ്ര ഈ ഡോർ തുറന്നാലേ എനിക്ക് ഈ കണ്ണാപ്പേരുടെ അടുത്തും ബോബയോട് തനിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ റൂം തന്നാലും മതി പേഴ്സണലായിട്ട്. മേളിലോട്ട് ഡോർ തുറന്ന് ഓണർ ഒന്ന് ഒരു ഓണർ. ഹലോ ഹലോ, ഇതിന്റെ കോട്ടിട്ടിരിക്കുന്ന കുട്ടാധികന്റെ ഓണർ വാ. നീ നേരത്തെ വിളിച്ചോണ്ടെന്ന് ഓണർ ആരാ? ബോബോയെ കണ്ണാപ്പിങ്ങോ അങ്ങനെ കേക്കൂല. അതിന്റെ മോനെ അവിടെ കേക്കൂല. ചെറിയ പ്രശ്നം. അവർ ഒന്ന് തുറന്നു തരും ഈ റൂം ഡോർ. കണ്ണണ്ണ കണ്ണണ്ണ കുണ്ണ ഞാന മന്ന സുള്ള രാജാവ് രാജന്റെ രാജന്റെ രാജന്. ഇപ്പൊ എല്ലാം അല്ലേടാ മണിയാ? മണിയോ ഇപ്പഴാണല്ലേടാ എല്ലാവരും. വിളിക്കാം ബ്രോ. ആ ഓക്കെ. ബ്രോ ദാദാ ചന്ദ്രൻ ചാടിയൊക്കെ അവിടെ കേറി പോണേട്ടാ. ചന്ദ്രയുടെ കോമഡി സ്കിറ്റ് ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോടെ. ചന്ദ്രയുടെ കോമഡി കഥാപാത്രം ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന മണ്ടൊക്കെ എവിടെ ഇരിക്കാടാ? ലാബ് ചെയറടാ. അയ്യോ അതല്ല, ഇത് വേറെ അത് ഉള്ളി കളിച്ച് ലോൺ ചെയർ. ചന്ദ്രൻ പ്ലീസ് ടെൽ മീ ചന്ദ്രേ what happened for you? what happened? What is the problem? Oh Chandra, feel free to anything. you need Any anything. problem, all solution. രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാവോ? ബുദ്ധിമുട്ടുണ്ടോടെ? ഇല്ല നീ നിക്കടാ. ഇന്നലെ രണ്ടുപേരും എവിടെയായിരുന്നു? ചന്ദ്ര എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ വീട്ടിലൊക്കെ ആഘോഷമൊക്കെ ആയിരുന്നു. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. നിന്റെ ബർത്ത്ഡേ ഇന്നലെ അല്ലല്ല ചന്ദ്ര, ഇവിടെ അമ്മൂമ്മ നാള് വെച്ചാ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇവിടെ വീട്ടിലൊക്കെ. ഞാൻ പിറന്ന നാള് വെച്ച. അപ്പൊ വീട്ടിൽ ഇന്നലെ ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഇന്നലെ എല്ലാരും കൂടെ ഇങ്ങനെ ഒത്തുകൂടി ഇരിപ്പൊക്കെ ആയിരുന്നു. അതാ എന്തിനു കേറാൻ പറ്റാഞ്ഞില്ല. കേറിയ ഞാൻ കണ്ണാപ്പിയുടെ കൂടെ വീഡിയോ കോളിലായിരുന്നു. എന്തൊരു ബർത്ത്ഡേ അല്ലായിരുന്നു അവന്റെ. എന്തു കുണ്ണാളാണ് നിങ്ങൾ? നിന്റെ ഈ മുമ്പ് വർത്താനുണ്ടല്ലോ, നീ കയ്യിൽ വെച്ച് മനസ്സിലായില്ലേ? 8 മണിക്ക് അവൻ എന്നോട് വീഡിയോ കോൾ. സത്യം 8 മണിക്ക് അവൻ എന്നോട് വീഡിയോ കോൾ കയറി. ഒരു 11-12 മണിയായി കഴിഞ്ഞപ്പോ. നീ സംസാരിക്കില്ലേ? മനസ്സിലായില്ലേ? നീ സംസാരിക്കണ്ട അധികം. ഇന്നലെ കൊറേ കാര്യങ്ങൾ പറഞ്ഞ്, അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. അതായത് നമ്മള് ഗ്യാങ് ഫണ്ട് കൊടുത്തായിരുന്നല്ലോ 70 CR. 70 മതിയോ? 70 CR മതി. അല്ല 100 ആക്കി. 14 ദിവസം ഇരുന്നത്.
മനസ്സിലായില്ലേ? 14 ദിവസം. പക്ഷേ 14 വയസ്സിൽ കുറവ് നമ്മുടെ മറ്റേ മാമൻ എന്ന് പറഞ്ഞ അപരാധി വരും ഇങ്ങോട്ട്. ആ മാമൻ എന്ന് പറഞ്ഞ അപരാധി വരുമ്പോ അവന്റെ അടുത്ത് പറയണം കേരളില് സിറ്റിയില് ചന്ദ്രൻ പറഞ്ഞ് 1 മാസം സിറ്റിയിലും എനിക്കവരെ കാണണം. ഞാൻ അവനെ ഒരു 5 ദിവസം കണ്ടുള്ളൂ സിറ്റിയിൽ. 5 ദിവസം ചന്ദ്ര വരുമ്പോ മാത്രം വരാൻ പറയാം. മുമ്പല്ലേ? ചന്ദ്രു ഞാൻ ഒരു കാര്യം പറഞ്ഞു ചന്ദ്രു, ഇപ്പൊ അവിടെ നടക്കുന്ന ബ്രേക്കപ്പ് പാർട്ടി ഇല്ല കൊച്ചിന്റെ, അതാര് കാരണമെന്ന് അറിയാമോ? ആര്? ഒരാഴ്ചക്ക് ശേഷം മാമൻ ഇന്നലെ കേറിയതാ. മാമൻ കാരണം. മാമൻ കാരണം ആരുടെ ബ്രേക്കപ്പ് ആയത്? മറ്റേ ദുന്നൻ എന്ന് പറഞ്ഞെടുത്തില്ലേ, മറ്റേ ഡിസ്ട്രിക്ട് ദുന്നൻ എന്ന് പറഞ്ഞെടുത്തില്ല, പാവം പിടിച്ചെടുത്തൻ. അവന് ഇവളോട് നല്ല രീതിയിൽ റിലേഷന് പോയായിരുന്നു. അപ്പൊ അവളെ വിളിച്ച് പ്രാങ്കാന്ന് പറഞ്ഞ മാമൻ ഇവളുടെ ബെസ്റ്റ് പോലെ അങ്ങ് അഭിനയിച്ച്. പിന്നെ ഇന്നലെ അവന്റെ ചെവിട്ടത്തിട്ട് 2 കൊടുത്ത് അത് ബ്രേക്കപ്പ് ആയത്. അവര് എന്തോ അതിന്റെ പാർട്ടിയാണ് അതിന്റെ പാർട്ടിയാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല നീ അവനോട് പറയാ ഞാൻ 5 ദിവസം കൗണ്ട് ഇട്ടില്ല. അവൻ ഞാൻ 5 ദിവസം സിറ്റിയിൽ കണ്ടുള്ളൂ. ബാക്കി 25 ദിവസം ഞാൻ അവൻ സിറ്റിയിൽ കണ്ടാൽ അവന് ഗ്യാങ് ടാഗ് കൊടുക്കുമെന്ന് പറഞ്ഞേക്ക്. വാസോണ്ണ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസോണ്ണ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്ലോട്ട് ഇല്ലെന്നാ. അവന് സ്ലോട്ട് ഇല്ലെന്നാ വാസോണ്ണ പറഞ്ഞേക്കണേ. അവനെ എവിടെയെങ്കിലും ഞെരുക്കി കേട്ടണമെങ്കിൽ 25 ദിവസം അവനെ സിറ്റി കാണണം എന്നൊന്ന് പറഞ്ഞേക്ക്. മനസ്സിലായ? അല്ലെങ്കിൽ അവനെ പട്ടി അടിക്കുമ്പോൾ അടിച്ചാലും നമുക്ക് ചോദിക്കാൻ പറ്റൂല. മനസ്സിലാക്കണം. മനസ്സിലായ? ഓപ്പറേഷൻ ആയിരുന്നു. എടാ ഈ ഓപ്പറേഷൻ ഇടക്കിടക്ക് എങ്ങനെയാ പിന്നെ ഈ തസ്തവേ പറഞ്ഞേ? ഓപ്പൺ സർജറി ആയിരുന്നു. ഓപ്പൺ സർജറി മൈനർ സർജറി ആയിരുന്നു. മൈനർ അത് സർജറി കഴിഞ്ഞപ്പോ ഇന്നലെ വന്നില്ലേ അവൻ? വയ്യല്ലോ അരമണിക്കൂർ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ പെടുക്കാനൊക്കെ വേദന കൂടും. ഒരേ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലേ അവിടെ ചന്ദ്ര വന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മള് അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിന്റെ സ്ലോട്ട് അവന് കൊടുക്കാം. കണ്ണാപ്പീടിയല്ലേ കണ്ണാപ്പീടല്ല, നിന്റെ ഇല്ല അത് വേണ്ട. അങ്ങനത്തെ സ്നേഹബന്ധത്തിലോട്ടൊന്നും എനിക്ക് താല്പര്യമില്ല. സക്രവർഗ ചന്ദ്രൻ അപ്പൊ ഇന്നലെ 70 കോടി അത്രല്ലേ ഉള്ളൂ. 70 കോടി ഗ്യാങ്ങിന് ഈ 1 മാസത്തിന്റെ അകത്ത് 70 CR. അത്രേ ഉള്ളു. തമാശ പോലെ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. കാശ് തന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പണിയും. എന്തേലും പണി തരും, ഉറപ്പായിട്ട് പണി തരും. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന് ഇപ്പാണോ 70 കോടി? ഇപ്പൊ എഴുതണം. കണ്ണാപ്പിയേ അയ്യോ എന്റെ ബാങ്ക് ഫോണില്ലല്ലോ. പിന്നെ വാസന വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് കടം വാങ്ങിക്കാനോ ഇരക്കാനോ പോവല്ലെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രതിപ്പോ കടം വാങ്ങിയാല് എങ്ങനെയാണേലും പൈസ അല്ലേ. നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സമയമില്ലല്ലോ. അതാണ് എനിക്ക് ഏറ്റവും സമയമില്ല. നിനക്ക് ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്? മിസ്റ്റർ എക്സിന്റെ ജോലിയൊക്കെ നീയല്ലേ എടുക്കുന്ന ഇവിടെ. അതുകൊണ്ട് നിനക്ക് സമയം കാണത്തില്ലെന്ന് എനിക്കറിയാം. കണ്ണാപ്പി ഇവിടെ ഇന്നലെ അപ്പാപ്പ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ് ട്രക്ക് മേടിച്ചിട്ട് അത് ലെവൽ 30 ആക്കിയിട്ട് വെറുതെ വെറുതെ നമ്മുടെ ഗ്യാങ്ങിന്ന് ഇറങ്ങാൻ ഉടനെ അപ്പ ചന്ദ്രു ഈ ഗ്യാങ് ഫണ്ട് EMI ആക്കണം ചന്ദ്രു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതില് വാസണ്ണാണ് ഡിസിഷൻ എടുക്കണത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാസണ്ണ വരും, കാര്യം പറയും, കാശ് ചോദിക്കും, ഇല്ലെങ്കിൽ തട്ടും. ആലോചിച്ച് നോക്ക്, മാമ സിറ്റി നിൽക്കുന്നത് ഇല്ലല്ല 70 കണ്ണാപ്പി ഇപ്പൊ പോക്കറ്റ് 35 കാണാം. ചന്ദ്രു ഞാൻ 70 വൈറ്റ് അല്ലേ? ഞാൻ എന്റെ ഇപ്പൊ കൊടുക്കാം. ഞാൻ എന്റെ ഇപ്പൊ തരാം. നമ്മുടെ ഗ്യാരേജ് കിടക്കാനേ നീ എങ്ങനെ തരും കണ്ണാപ്പി? നീ ഇത് നീ ഗ്രാൻഡ് കാശാണോ? ഗ്രൈൻഡ് ചെയ്ത കാശ് പിന്നെ കാശ് ചുമ്മാ അല്ലെങ്കിൽ എന്താ ചെയ്തേ? രാവിലെ ഇറങ്ങി. നീ എന്തെങ്കിലും എന്താ ചെയ്തേ? രാവിലെ ഇറങ്ങി ട്രക്ക് ഓടിക്കാൻ പോയി. നീ രാവിലെ എപ്പോ ട്രക്ക് ഓടിക്കാൻ പോയി? നമ്മളെ ഗ്യാരേജ് കിടക്കാൻ 2 വണ്ടി പറക്കി വിട്ടാ കിട്ടും. ചന്ദ്ര പറയുന്ന 140 കോടി. 140 കോടി നിന്റെ ഗ്യാരേജ് 2 കോണിയും കൊണ്ടുപോകാം. ചന്ദ്രു നമ്മളെ ജീവിതത്തിലെ പിള്ളേരാ. പോതപ്പുല്ല് ചെത്തി വിട്ടാ കിട്ടും. ചന്ദ്ര 150 കോടിയോളം.
അതെ ഈ പ്രീമിയം എടുക്കണ കാശൊന്നും വേണ്ടെന്ന് അവസാനം എടുത്ത് പറഞ്ഞാട്ടാ. അതെ ഞാൻ പ്രീമിയം എടുത്തിട്ടില്ല. പ്രീമിയം എടുത്തവന്മാരോട് ഞാൻ എടുത്തിട്ടില്ല. ചന്ദ്രു ഞാൻ എന്റെ പൈസ എന്റെ പൈസ എടുത്തിട്ടില്ലെങ്കിൽ കൊള്ളാം. പ്രീമിയം എടുത്തവരെന്ന് 110 CR മേടിക്കാനാണ് പറഞ്ഞ അവസാനം. ആണല്ലേ? അപ്പൊ നീ പ്രീമിയത്തിന് കാശ് തരണമെങ്കിൽ നീ 110 CR കയറണം. പ്രീമിയം എടുത്തവര് ടെൻഷൻ ചന്ദ്രു ഇവിടെ സിറ്റിയിലെ ഒരു 500 രൂപ മുടക്കാത്ത നമ്മള് പ്രീമിയം എടുക്കാൻ സത്യം എന്തൊരു വർത്തനാണ്. സെക്കൻഡ് അപ്പൊ ഇന്നലത്തെ മീറ്റിംഗിൽ 70 കോടി കേസ് മാത്രല്ലേ ഉള്ളൂ. 70 കോടി കേസ്. പിന്നെ നിന്റെ ഒക്കെ കുണ്ണ വള്ളീനെ എടുക്കാൻ പറ്റൂല. ന്യായമായിട്ടുള്ള വള്ളി സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മള് വന്നിട്ട് മറ്റേ നമ്മൾ ഇതുവരെ ഏറ്റവും റോങ് വള്ളി എടാ 14 ദിവസം നമ്മളെ പുറത്തായിരുന്നു. നീ കാരണം മനസ്സിലായില്ലേ? അത് വള്ളിയല്ല പറയുന്ന കേക്കണ്ട. ഇനി കേൾക്കത്തില്ല നിനക്കോടെ. എനിക്ക് കേട്ടൂടാ. കേക്കാവടാ നിനക്ക് ഇപ്പൊ ഇച്ചിരി കേൾക്കാം. ഇച്ചിരി കുറച്ച് ചന്ദ്രു നമ്മളെ 170 കോടി കഴിഞ്ഞ ഇനിയും ഓൺലി പ്രോപ്പർ വള്ളികൾ. പ്രോപ്പർ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇത്രയും പറയാം. നമുക്ക് എന്തിനോ ഹർട്ടായ ഒരു കാര്യമുണ്ട് എന്തിനും ഇവിടെ. അവന്മാരെ നമ്മൾ നോക്കി വെച്ചേക്കോ. പക്ഷേ അവന്മാർക്ക് ഇപ്പൊ ഒന്നും സെറ്റ് ആയിട്ടില്ല. അവന്മാരും സെറ്റ് ആയിട്ട് അവന്മാർക്ക് ഇട്ട് കൊടുക്കണം. ചന്ദ്രു പണ്ടേ എന്തിനു ഞാനും പോയി മാന്യമായിട്ട് വേറൊരു സിറ്റിയിൽ പോയി. എടാ ഇത് നീ എന്റെ 14ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. അവന്മാർക്ക് ഇവിടെ പെർമനന്റ് അല്ലായിരുന്നു. അവന്മാരെങ്ങനെ തിരിച്ചു എന്നോട് സംസാരിച്ചില്ലല്ലോ. നീ ആര് കുണ്ണേ? ഞാനല്ലേ ടിക്കറ്റ് വിളിച്ചേ. ഇല്ല എടാ ഞാൻ പറട്ടെ, അവന്മാര് വരണം എന്നാലല്ലേ അവന്മാർ അന്ന് വിളിച്ചിട്ട് പോയ തള്ളക്കി വിളി എന്റെ ചെവിയിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ മനസ്സിലായോ? അവന്മാര് വരണം. പിന്നെ നീ കാശ് തരണ്ട. നീ കാശ് തരണ്ടെന്ന് പറയാൻ പറഞ്ഞത് ആണാ? എന്നാ കുഴപ്പമില്ല. കുഴപ്പമില്ല. ആര് പറഞ്ഞു? ബോബോ എന്തിന്റെ മുകളില് സിവിലിന്റെ അടുത്ത് എന്തിനാ മെമ്പർ അൺഎംപ്ലോയ്ഡ് അല്ലല്ല TV മെമ്പർ എന്ന്. ഇത് എന്താണ് ഒരു വിശ്വാസം ഇല്ലാത്തവര്? ഉറപ്പാണോ? ഫോട്ടോ എടുക്കുന്നത് വാട്സാപ്പിൽ അപ്പുണ്ട്. ശരി ഓക്കെ. എടാ ഇത് സംഭവം എന്ന് പറഞ്ഞാ ഇപ്പഴേ ഞാൻ പറയാം. അതായത് ഇന്നാക്ടിവിറ്റി അതായത് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കുറെ പേരുടെ. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിനെ തിരിച്ചിതിലോട്ട് ഇതാക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ഇത് ഗ്രൈൻഡിങ് ഇതെല്ലാം നോക്കണേ. അപ്പൊ നിങ്ങള് ചോദിക്കും എന്തൊക്കെ നമ്മളീ വെടിക്ക് കാണില്ല വാറിന് നമ്മളെ ഇടരുത്. നമ്മൾ പ്രീവാറിന് അടിക്കാം അല്ലേ പോയി? അല്ല അപ്പൊ ബോബോയും കണ്ണാപ്പി വാറിനൊന്നും ഇല്ലല്ലേ? പിള്ളേർക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടത്തില്ലല്ലോ അല്ലേ ബോബോയ്? അതെ ആകെ 15 പേർക്ക്. 2022 ലാസ്റ്റ് കളിച്ചത് വാറ്. ഇല്ല കഴിഞ്ഞ വർഷം കളിച്ചായിരുന്നു. വണ്ടി ഇടിച്ചത് അത് ഏതൊക്കെയാ കേട്ടത്? നീ ലാസ്റ്റ് വാറ് കളിക്കുന്നത് മറ്റേ കുറുപ്പെന്ന് പറഞ്ഞ അടിച്ചിട്ടതാണ്. ബോബോ ലാസ്റ്റ് അടിച്ചത് മറ്റേ DC വാറിൽ മറ്റേ അവനെ പേടിക്കുന്നത് കുറുപ്പ് ബോബൊക്കെ ടച്ച് ഔട്ട് ആയല്ലേ? ടച്ച് ഔട്ട് ഒന്നുമില്ല. ഫൈറ്റ് കൊടുക്കുന്ന വെടിയുടെ കാര്യത്തിൽ നമ്മളില്ലല്ലോ. നമ്മള് വെടിയില്ലല്ലോ. പാത്താളത്തിന് നമ്മളുള്ള വെടിക്ക് നമ്മളില്ല. നമ്മൾ പ്രീവാറുണ്ട്. എന്തിനു പ്രീവാറിന് നമ്മളെ മക്കളെ പ്രീവാറിന് ഒന്നോ രണ്ടോ വേണം വെക്കാം. അത് ചന്ദ്രൻ നിർബന്ധിച്ച. അതുകൊണ്ട് ഇപ്പൊ നാളത്തെ ട്രക്ക് ജോബ് ചെയ്ത് ഈ രാവിലെ ക്ലാസ് ഉണ്ട്. എന്ത് ചെയ്യും? അയ്യോ എനിക്കും വൈകിട്ട് ജിമ്മുണ്ട്. രാത്രി ലൈവ് ഇടണം. ലൈവ് ഇടറോ? ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സമയം കണ്ടെത്തണം പറയാം. എല്ലാരും ചെയ്യുമ്പോ നീ നിങ്ങൾക്ക് മാത്രം എക്സ്ക്യൂസ് ഫ്യൂച്ചർ നമ്മുടെ ഭാവിയാണ്. അവിടെ ഭാവി അപ്പൊ പഠിക്കാനാണ്. ഞാൻ പഠിത്തം നിർത്തുകയാണ്. നിർത്തി ചന്ദ്ര പറഞ്ഞ പഠിത്തം നിർത്തി. നമുക്ക് ഇതേപോലെ ഇനി ആൾക്കാരെ അറിയപ്പെടുമ്പോ കണ്ണാപ്പിക്ക് എന്തോ ക്ലാസ് പറഞ്ഞു. നമ്മളെ ഈ മാർക്കറ്റിലൊക്കെ ഉള്ളവരാണ്. പോയി അറിഞ്ഞൂടല്ലോ. മാർക്കറ്റിലൊക്കെ ഏത് മാർക്കറ്റാണ്? നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ ഉള്ളതാണ് ഞാനും പോയും. അതിൽ എന്നെ കൂട്ടുപിടിക്കണം. എടാ മദാര
മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ മനസ്സിലായി മനസ്സിലായി. ഇല്ലെങ്കിൽ ഇല്ല, ചെറിയ ചെറിയ ക്ലാസ് അത് എനിക്ക് മനസ്സിലായോ. മാർക്കറ്റ് ആകുമ്പോൾ ഒരു 3 മണി വരെയൊക്കെ സമയം പോവല്ലോ. അത് ശരിയാ. ആ ഒരു 9:15 മുതൽ 3:15 വരെ നമ്മള് കാണൂല. 9:15 തൊട്ട് 3:15 വരെ നമ്മള് കാണില്ല. 3:15 കഴിഞ്ഞാൽ മീലെടുത്ത് കഴിഞ്ഞ് ജിമ്മിൽ പോയി തരും 4:15. ആണല്ലേ? പിന്നെ വരുമ്പോ 7 ഞാൻ മണിയോളോ. 3:15 കഴിഞ്ഞ് 4 മണിയാകുമ്പോ എനിക്ക് കുറച്ച് വറക്കുണ്ട്. അത് കുഴപ്പമില്ല. ഈ മാസം അവസാനത്തോടെ ടാഗ് എടുത്തൊക്കെ മാറ്റി. ചന്ദ്രു നമുക്കും വേണ്ട എന്തൊരു ഭാവി. ഈ ഒരു മാസമൊക്കെ ഇവര് എക്സെപ്ഷൻ മാർക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ. കണ്ണണ്ണ കണ്ണണ്ണാവൂ. എടാ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ സിറ്റിയിലെ ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ തെണ്ടല. ഞാൻ ഇരുന്ന് തെണ്ടാൻ പോലെയാ. 70 കോടിയൊക്കെ പുഷ്പം പോലെ ഉണ്ടാക്കാം. പുഷ്പം. നിന്റെ എത്ര കോടി ഉണ്ട്? എന്റെ ഇപ്പൊ 16 കോടി. 16 കോടി. എന്റെ 6 കോടി. ഇന്നലെ മിനിഞ്ഞാന്ന് എന്താ ബംഗാളിക്ക് പിന്നെ 70 കോടി മൂഞ്ചാൻ പോവാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ കൊടുക്കാൻ പോവാന്ന്. എടാ ഒരു ബംഗാളിക്ക് 3 കോടി ഇതാക്കി, മറ്റേവർക്ക് 3 കോടി 4 കോടി ഇതാക്കി. ഇത് പുറത്ത് പറയാനാണ് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് 30 ഡേയ്സ് എന്തോ ഇല്ല, അത് സംസാരിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് റെസ്ട്രിക്ഷൻ എന്തോ ഉണ്ടല്ലോ. അത് എടാ അത് ഉണ്ടെങ്കിൽ അപ്പൊ ഫണ്ട് കൊടുക്കണ്ടല്ലേ? ഫണ്ടിന്റെ അല്ല, ഫണ്ടിന്റെ അല്ല. അതുകൊണ്ട് അത് സംസാരിച്ചോണ്ടിരിക്കുക. സംസാരിച്ച കാശ് വേണം. പക്ഷെ അത് തരാം. ചന്ദ്രു അടുത്ത മാസം 1-ാം തീയതിയില്ലേ കളക്ഷൻ? അതായത് 30 ദിവസം. ഇന്നലെ തൊട്ട് 30 ദിവസമാണ് പറഞ്ഞത്. അത് സെറ്റ് ചെയ്യാൻ തരുമോ? 70 കോടിയുടെ കാര്യമില്ല, സെറ്റ് ചെയ്ത്. കണ്ണണ്ണ കണ്ണണ്ണ വള്ളി നിലക്കല്ലേ ഇപ്പോഴത്തേക്കൊന്നും. ഇല്ല സാറായിട്ടൊന്നുമില്ല, ഇനി മറ്റവന്മാരായിട്ടുള്ളു. നമ്മളെ എന്തിനു ഈ തമ്പിക്ക് ശേഷം പുതിയൊരാള് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ഏത്? ദ ഗ്രേറ്റ് ഗജേന്ദ്രൻ, സിറ്റിയിലെ പുതിയ പാപ്പാന് ഉടനെ വരും. ആരാര്? സിറ്റിയില് പുതിയൊരാള് വരും. ദ ഗ്രേറ്റ് ഗജേന്ദ്രൻ, പുതിയ പാപ്പാന്. നമ്മുടെ തമ്പിയില്ലേ, തമ്പിയുടെ അകന്ന ബന്ധുവാ. തമ്പി ഹലോ. ഇത് KP ആയിരുന്നാ? കുരങ്ങന്മാരെ എടാ ചെറിയൊരു പ്രശ്നം പറ്റി. എന്ത് വണ്ടിന്റെ താക്കൊരു വണ്ടിന്റെ ഉള്ളിലായിപ്പ് ലോക്ക. നടക്കട്ടെ, ഞാൻ പോട്ടെ. നീ പറഞ്ഞ ചന്ദ്രന്റെ ഫ്രണ്ടിനെ പരിചയപ്പെട്ട എവിടെ? വിളി വിളിക്കണം. കണ്ണാപ്പിച്ചേട്ടാ, ഓ എന്തോ കുട്ടാ അവളോട് ഈ ട്രക്ക് ഈ നിങ്ങൾ എന്റെ അടുത്ത് ഇപ്പൊ ഒരുത്തം വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ട്രക്ക് ജോബ് ചെയ്യാൻ പോണെന്ന്. ഞങ്ങൾക്ക് ജോബാ? നിങ്ങൾ ട്രക്ക് ജോബ് ചെയ്യാൻ പോണോ? അല്ല ജോലി എടുക്കാൻ പോണെന്ന് പറഞ്ഞു. 30 ലെവലില് എത്താൻ എന്താ വഴി? 30 ലെവലെത്താൻ എന്താടാ വഴി? 30 ലെവല് ലോങ് അല്ല. ഇതിന്റെ ട്രക്ക് ജോബിലെ ലീഡർ ബോർഡിലെ ടോപ്പ് കൊണ്ട് നിൽക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങള്. എല്ലാം ഈസിയാണ്, മനസ്സിലായോ? ടിപ്സ് ആൻഡ് ട്രിക്സ്. നീ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം? ഞാൻ ഒരു ദിവസം തന്നെ ഞാനൊന്ന് കുട്ടി കഴിഞ്ഞാൽ ഞാനൊരു 5 കോടി ഉണ്ടാക്കും. ഒരു ദിവസം 5 കോടിയാ ഉണ്ടാക്കും. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫുൾ ആയിട്ടല്ല. ഞാനൊരു 6 മണിക്കൂർ. തിരക്കല്ലേ? എനിക്കൊരു ഹെൽപ്പ് വേണം. എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു ഹെൽപ്പാ. ആര് ചോദിച്ചാലും ഇത്ര നേരം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് പറയണം. ആര് ചോദിച്ചാ? ഒരാളെ പറ്റിക്കാന്. ആരാന്ന് പറ. അത് പേര് കൊച്ചു ബേബി. കടം ചോദിച്ചാലോ? അവനെ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രേതത്തിനെ കൊണ്ടൊന്ന് പേടിപ്പിച്ച്. അപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു എന്ന് പറയണം. ഞാൻ പറയാം, എന്റെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ പറയാവേ. പറയണേ. ഹലോ, എവിടെ കാണുന്നില്ല? അയ്യോ, തിരിച്ചു എന്നെ മിസ് ചെയ്തോ ദർശു? എന്റെ പാട്ടി മിസ് ചെയ്യുന്ന ഞാൻ കേട്ടടി. മനസ്സിലായോ? കൊച്ചു ബേബി പറയട്ടെ, മനസ്സിലായോ? ഞാൻ ഇപ്പൊ അവന്റെ അടുത്ത് എല്ലാം റിവീൽ ചെയ്യും. സമയത്താണ് ചെയ്ത് ഒരാഴ്ച കുത്തിയിരുന്നത്. അപ്പോഴത്തേക്ക് ജോബ് ഒന്നും കിട്ടൂലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ആ ഒരാഴ്ച എടുത്ത് 30 ലെവലാവാൻ. പക്ഷെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇഷ്ടം പോലെ ഉണ്ട്. 15 മിനിറ്റ് വെച്ച് നല്ല ജോലികൾ വരും.
സുഖമായിട്ട് ലെവലപ്പ് ആവും, നല്ല കാശ് കിട്ടും. നമ്മൾ തന്നെ ചെയ്യണമല്ലോ, അല്ലാണ്ട് നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരെ 3 വരെ വെക്കാൻ പറ്റും, എന്നാലും പൈസ കിട്ടത്തില്ല. 1 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും 20 ലക്ഷം 25 ലക്ഷം വെച്ചേ തരത്തുള്ളൂ 1 മണിക്കൂറിൽ. നമ്മൾ തന്നെ ചെയ്യണല്ലോ ഇത്, നമ്മൾ തന്നെ ചെയ്യണം. നല്ല നല്ല പരിപാടിയാണ്, കാശ് ഉണ്ടാക്കാൻ ബെസ്റ്റ് വഴിയാണ്. നമ്മള് ഒരു ദിവസം നമുക്ക് നോർമലി ഈ ലൈക് 30 ലെവൽ ആയാലും എല്ലാം ഇത്ര കാശ് കിട്ടും. ഫസ്റ്റ് ലെവലൊക്കെ 30 ലെവലല്ലേ അനിയന്മാരെയൊക്കെ ചെയ്യാൻ പറ്റും, അനിയന്മാരെയൊക്കെ വെച്ച് ഓരോ സ്കിൽ പോയിന്റ് അനുസരിച്ചാണ്. ഞാൻ വേണേ അവിടെ പോയിട്ട് എല്ലാം ഡോറമോളേക്ക് വന്നേ, ഒരാളെ പരിചയപ്പെടുത്തരാം. വാ. എന്താടാ ചന്ദ്രു നീ ഇവിടെ നിന്നോ, നീ നിന്നോ, ഞാൻ പോയി നോക്കിട്ട്. ചന്ദ്രു അല്ല ഇത് അല്ല നിങ്ങള് സംസാരിച്ചിരിക്കും, ഞാൻ അല്ല ഫ്രണ്ട് ഞാൻ പരിചയപ്പെട്ട്. പരിചയപ്പെട്ടായിരുന്നോ? ചന്ദ്രു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞായിരുന്നു, നിനക്ക് ഇങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലോസ് ഫ്രണ്ട്സിനെ കാണുന്നത്. നീ മറ്റേ റോസിന്റെ കാര്യം നീ പറഞ്ഞിട്ടില്ലടാ കണ്ണാപ്പി? ആരാണ് എന്തിന് നീ ആലോചിച്ചിട്ട് പറഞ്ഞോടത്തെ. ചന്ദ്രു ആരാവശ്യം പറഞ്ഞു ആരാടാ? ഞാൻ ചോദിക്കാം. ഞാൻ ഇപ്പൊ ഒരു പ്രശ്നം തീർത്തോണ്ടിരിക്കുന്നു. കണ്ണാപ്പിച്ചേട്ടാ എന്തോ